രത്ന ദേബ്നാഥ് എന്ന പേര് ഇന്ന് പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഒരു പോരാട്ടത്തിന്റെ പര്യായമാണ്. 2024 ഓഗസ്റ്റ് 9 കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വെച്ച് അതിക്രൂരമായി കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടർ അഭയയുടെ അമ്മ എന്ന നിലയിൽ നിന്നും പാനിഹാത്തിയിലെ ജനപ്രതിനിധി എന്ന നിലയിലേക്കുള്ള അവരുടെ യാത്ര വേദനയുടെയും അതിജീവനത്തിന്റെയും കഥയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച രത്ന തൃണമൂൽ കോൺഗ്രസിന്റെ കോട്ടയായ പാനിഹാത്തിയിൽ 28,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഉജ്ജ്വല വിജയം നേടിയത്. മകളുടെ മരണത്തിന് ഉത്തരവാദികളായവർക്കെതിരെയുള്ള തന്റെ പോരാട്ടം ഭരണ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രത്ന രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ചത്. മകൾ വീട് വിട്ടിറങ്ങിയ ആ കറുത്ത ദിനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും അവരുടെ വാക്കുകളിൽ വിറയലുണ്ട്. ചിരിച്ചുകൊണ്ട് ജോലിക്ക് പോയ മകൾ തിരിച്ചു വരുമെന്ന് കരുതിയെങ്കിലും തന്നെ തേടിയെത്തിയത് അവളുടെ മരണവാർത്തയായിരുന്നു. ആരോഗ്യവകുപ്പിലെ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയ മകളുടെ പോരാട്ടം തന്റേതിനേക്കാൾ വലുതാണെന്ന് വിശ്വസിക്കുന്ന ഈ അമ്മ നീതി ലഭിക്കുന്നതുവരെ മുടി ചീകില്ല എന്ന പ്രതിഷേധ വ്രതത്തിലാണ്. ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന മമതാ ബാനർജിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് രത്ന ഉയർത്തുന്നത്. ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രിക്ക് തന്റെ വകുപ്പിന് കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു ഡോക്ടറെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് അവർ ആരോപിക്കുന്നു. സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ കൊണ്ട് മാത്രം സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിയില്ലെന്ന് പാനിഹാത്തിയിലെ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നതായി അവർ വിശ്വസിക്കുന്നു. പ്രതിമാസം നൽകുന്ന 1,500 രൂപയേക്കാൾ സ്ത്രീകൾ വിലമതിക്കുന്നത് അവരുടെ സുരക്ഷിതത്വമാണെന്ന് രത്ന ഓർമ്മിപ്പിക്കുന്നു. ഈ വിജയം തനിക്ക് വ്യക്തിപരമായ നേട്ടമല്ലെന്നും മകൾക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ബംഗാളിലെ ഓരോ പെൺമക്കളുടെയും വിജയമാണെന്നുമാണ് രത്ന ദേബ്നാഥ് പ്രതികരിച്ചത്. ഒരു മികച്ച ഡോക്ടറെയാണ് സമൂഹത്തിന് നഷ്ടമായതെന്നും മകൾക്ക് വേണ്ടി തുടങ്ങിയ തന്റെ പോരാട്ടം നിയമസഭയ്ക്കുള്ളിലും പുറത്തും തുടരുമെന്നും അവർ ഉറപ്പിച്ചു പറയുന്നു. ജനങ്ങൾ തന്നിലർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്നും അഴിമതിക്കും അക്രമത്തിനുമെതിരായ തന്റെ ശബ്ദം ഇനിയും മുഴങ്ങിക്കൊണ്ടേയിരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു.